ഞങ്ങളെ ഫാമിലി എന്ന് പറയുന്നത് മിഡിൽ ക്ലാസ് ഫാമിലിയാണ്. അപ്പോൾ എനിക്ക് എൻ്റെ വീട്ടിൽ ഉമ്മ അപ്പ പിന്നെ ഒരു പെങ്ങൾ ഒരു അനിയൻ ഡോക്ടറാണ്, പെങ്ങൾ ഹൗസ് വൈഫായിട്ട് വർക്ക് ചെയ്യുന്നത്. അങ്ങനെയാണ് വീട്ടിൽ തന്നെ ഉള്ളത്. പിന്നെ വൈഫും എനിക്കൊരു മോനും. ഇനി അവൻ്റെ ഫാമിലി പറയട്ടെ. ഞങ്ങൾ 3 മക്കളാണ്. ആൺകുട്ടി ഒരാൾ ഞാനാണ്, പിന്നെ 2 സിസ്റ്റേഴ്സാണ് താഴെ, പിന്നെ ഭാര്യ, ഞാൻ 2 കുട്ടികൾ. ഒന്ന് കഴിഞ്ഞ 2024 ഈ ജൂലൈയിലാണ്, കഴിഞ്ഞ ജൂലൈയിലാണ് മരിച്ചത്. അപ്പോൾ ഞാൻ നാട്ടിൽ പോയിനു. അപ്പോൾ ഞാൻ പറയാൻ വന്നത് എന്താ വെച്ചാൽ, നമുക്ക് കുറേ അനുഗ്രഹങ്ങൾ തന്നു. അതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ എന്താ പറയുക, നമ്മൾ ജീവിച്ചിരിക്കാൻ നമ്മളെ മക്കൾ മരിക്കാന്നാൽ അത് നിങ്ങൾ നേരത്തെ പറഞ്ഞപ്പോൾ മനസ്സിലായിട്ടുണ്ടോ? ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്ക്. ഇതാണ് മോന്, അയാസാണ് പേര്. ഇവന് ഇവിടെ കാശ്മീർ, അതായത് എന്താ പറയുക, ഞങ്ങൾ 2 ഫാമിലിയും കൂടിയിട്ട് സെപ്റ്റംബറിൽ വലിയൊരു ട്രിപ്പ് കാശ്മീർ, ഇവർക്ക് മഞ്ഞിലൊക്കെ പോകണം പറഞ്ഞ് ഭയങ്കര ആഗ്രഹത്തിലേനു. അതിനെ കുറിച്ചിട്ട് തന്നെ പറഞ്ഞു. പക്ഷെ ബുക്ക് അടക്കം ചെയ്തില്ല, ടിക്കറ്റ് അടക്കം ബുക്ക് ചെയ്ത്, ട്രെയിൻ ടിക്കറ്റ് എല്ലാം ബുക്ക് ചെയ്ത്, ഞങ്ങൾ 2 ഫാമിലി എല്ലാം കൂടി ഒരുമിച്ച് ഒരു ഭയങ്കര ഹാപ്പിയിൽ എല്ലാവരും പോവാൻ നിൽക്കണ ആ ഒരു നിമിഷത്തിലാണ്. എന്നിട്ടും ഇത് വിട്ടില്ല കേട്ടോ. നമ്മള് എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും ഇപ്പോൾ അതിന്റെ പ്രശ്നം ഞമ്മക്കേ മനസ്സിലാവുള്ളൂ, വേറെ ആൾക്ക്. പക്ഷെ അതൊരു എന്താ പറയാ, ഞങ്ങൾ ഇത്രയും തിരിഞ്ഞ് നിൽക്കുന്ന സമയത്താണ് ഇങ്ങനെ സംഭവിച്ചത്. അത് നമ്മളൊരു ലൈഫിൽ ഭയങ്കര ഇതുണ്ടായിട്ടും, പക്ഷെ വീട്ടുകാരെ സപ്പോർട്ട്, നിങ്ങൾ മുന്നോട്ട് പോകാൻ ആ ഒരു സമയം എന്ന് പറയുന്നത്, അവൻ നാട്ടിലായിരുന്നു, ഞാനിവിടെ ആയിരുന്നു. പക്ഷെ ഞങ്ങൾ എന്ത് ചെയ്യണം എന്നുള്ളൊരു ഇതുണ്ടായിരുന്നു, കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. കാരണം പിന്നെ ഇത് തുടർന്നു ആളുകൾ പല രീതിയിലും ഇത് ശരിയാണ്. വീഡിയോന്റെ പ്രശ്നം എന്താ പറയുക, നമുക്ക് എന്ത് സംഭവിച്ചാലും വീഡിയോ ഇടണം. ഞാൻ അല്ലെങ്കിൽ നമ്മളതിൻ്റെ ഇപ്പം നമ്മൾ ഡെയിലി വ്ളോഗ് ചെയ്യുന്ന ഒരാൾക്കാരാണ്, അല്ലെങ്കിൽ നമ്മൾ എന്ത് സംഭവിച്ചാലും നമുക്ക് വീഡിയോ ഇട്ടേ പറ്റുള്ളൂ. ഇല്ലെങ്കിൽ നമ്മൾ അതിൽ ഡൗൺ ആയി പോവും, നമ്മൾ സ്വാഭാവികമായിട്ടും റീച്ച് കുറയും. അപ്പോൾ 2 വീക്സിന്റെ അടുത്ത് പറഞ്ഞ മാതിരി നമ്മൾ ഇതിൽ നിന്ന് ഒന്ന് ജസ്റ്റ് വിട്ടുന്നുണ്ടായിരുന്നു. ഈ ഒരു സംഭവം കൊണ്ട് വിട്ടുന്നുണ്ടായിരുന്നു. നമ്മളെ എന്താ പറയാ സപ്പോർട്ട് ചെയ്തതും, പിന്നെ എന്താ പറയാ നമ്മളെ സപ്പോർട്ട് ചെയ്ത അത്രയും ഷോപ്പുകാരായിക്കോട്ടെ, അതുപോലെ തന്നെ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന നമ്മളെ ഫോളോവേഴ്സ് എന്ന് പറയുന്ന അപ്പുറത്തേക്ക് ഖത്തറിലുള്ള ആളുകൾ, ഞങ്ങൾ ഒന്നുമില്ലാത്തൊരു, അതായത് സാധാരണ ഒന്നും ചെയ്യാത്തൊരാൾക്കാരെ ഇത്രയും ഒരു ഇപ്പോൾ 65 സംതിങ് ഫോളോവേഴ്സ്, യൂട്യൂബിൽ 10K മുകളിലുണ്ട്. ഇത്രയും ആളുകൾ നമ്മളെ സപ്പോർട്ട് ചെയ്ത് ഏറ്റെടുത്തത് തന്നെ അത് ഇവിടുത്തെ ആൾക്കാർക്ക് നമ്മളെ ഇഷ്ടപ്പെട്ടുകൊണ്ടാണ് എന്ന് നമ്മൾ വിശ്വസിക്കുന്നുണ്ട്. അപ്പോൾ തുടർന്നും അവരൊരു സപ്പോർട്ട് പക്ഷെ നമ്മൾ എന്താണ് പറയുക, കൊടുക്കുന്ന ഓരോ സംഗതികളും എന്താ പറയുക, കസ്റ്റമേഴ്സിന് കൊടുക്കുന്നത് നമ്മൾ ഏറ്റവും ചീപ്പസ്റ്റ് ആയിട്ടുള്ള, അല്ലെങ്കിൽ ഏറ്റവും എന്താണ് പറയുക, അഫോർഡബിൾ ആയിട്ടുള്ള പർച്ചേസ് ചെയ്യാൻ. ഇപ്പോൾ ഒരു സാധാരണക്കാരെ, അല്ലെങ്കിൽ കുറച്ചും കൂടി മിഡിൽ, അതായത് ഒരു സാധാരണക്കാരന് കുറച്ചും കൂടി ഒരു ഇതുള്ള ആൾക്കാർക്കൊക്കെ ഇവിടെ സേവിങ്സ് പൈസ ഭയങ്കര ചില സമയത്തൊക്കെ ഭയങ്കര എക്സ്പെൻസാണ്. പക്ഷേ ഈ ബ്ലോഗിങ് വന്നപ്പോൾ എനിക്ക് തോന്നുന്നത് ഖത്തർ മാർക്കറ്റിൽ ആളുകൾക്ക് ഇത്ര തന്നെ സ്ഥലങ്ങൾ ചീപ്പസ്റ്റ് ആയിട്ട് കിട്ടുന്ന സ്ഥലങ്ങൾ ഉണ്ടെന്നുള്ളത് അതിലേക്ക് സ്ഥലങ്ങൾ കിട്ടാൻ തീർച്ചയായിട്ടും. പിന്നെ അതോടൊപ്പം തന്നെ എനിക്ക് തോന്നുന്നത് ഞങ്ങൾ ചില ഏരിയകൾ പറഞ്ഞു കൊടുക്കണം, എവിടെയൊക്കെയാണ് എന്തൊക്കെയാണ് ചില വ്യൂവേഴ്സിന് ഇപ്പം ചില വ്യൂവേഴ്സിന് അറിയത്തില്ലായിരിക്കും എവിടെയാണ് ഓഫേഴ്സ് ഉള്ളത്. ഇന്ന് പോരുമ്പോ ഞങ്ങളിപ്പോ ഒരാളെ കണ്ടപ്പോ പറഞ്ഞു, നിങ്ങൾ ഡെയിലി, മൂപ്പര് പറഞ്ഞ ഞങ്ങളൊരു ദിവസം ഡെയിലി 1-2 വീഡിയോ ഡെയിലി ഞാൻ കാണാറുണ്ട്, നിങ്ങൾ എല്ലാ വീഡിയോ കാണാറുണ്ട്. അപ്പൊ നമുക്കിതിൽ ഏറ്റവും വലിയ അനുഗ്രഹം എന്ന് പറഞ്ഞാല് ആളുകള് നമ്മളോട് വന്ന് ഇഷ്ടമാണ്. ഞാനിപ്പോ നിങ്ങളെ ഇപ്പം ഒരു ലാസ്റ്റ് 2 hours ആയിട്ട് മീറ്റ് ചെയ്തു. ഞാൻ ഈ ഇത് കഴിഞ്ഞിട്ട് നിങ്ങളുടെ ഫോൺ നമ്പേഴ്സ് 2 പേര് ഞാനും നിങ്ങളുടെ വീഡിയോസ് കാണാൻ പോവാണ്. ഒരുപാട് പേര് പറയാനുണ്ട്. പിന്നെ ഇഷ്ടമില്ലാത്തില്ല, അത് ഏത് ഫീൽഡിലും ഉണ്ടാവട്ടോ. നമ്മൾ ഇഷ്ടമില്ലാത്ത കുറച്ച് ആൾക്കാരുണ്ടാവും. ഇഷ്ടപ്പെടാത്തവർക്ക് അവരുടേതായിട്ടുള്ള കുറെ കാര്യങ്ങളുണ്ടാവും. ചിലപ്പോൾ നമ്മളെ സംസാര രീതി, അല്ലെങ്കിൽ നമ്മൾ ചിലപ്പോൾ ഒച്ചപ്പാട്, കുറച്ച് നമ്മൾ രണ്ടാളും കുറച്ച് എനർജി കൂടുതലായിട്ട് നല്ല പോസിറ്റീവ് എനർജി അല്ലേ. ഞാൻ തന്നെ ഒരു പോസിറ്റീവ് എനർജി അല്ലേ നിൽക്കുന്നത്. ചില ആളുകൾക്ക് ഇപ്പോൾ എനിക്ക് തോന്നുന്നു, ചില ആളുകൾ പറയാറുണ്ട് ഇവരെ, നിങ്ങൾ ഈ ലോകത്ത്
എന്ത് ചെയ്താലും അതിന് കുറച്ച് പേർക്ക് ഇഷ്ടം സ്വാഭാവികമായിട്ട് ഉണ്ടാവില്ല. അത് നിങ്ങൾ ഏറ്റവും മികച്ച ലോകത്തിലെ ഏറ്റവും മികച്ച ഇപ്പൊ അർജന്റീന മെസ്സി മികച്ച കളിക്കാരനാണ്, നമ്മൾ എതിർക്കും സ്വാഭാവികമായിട്ട്. അത് അല്ല, അത് ഇഷ്ടപ്പെടുന്നവർ ഇഷ്ടപ്പെടാത്തവർ. Of course, പിന്നെ yes. മമ്മൂട്ടി മോഹൻലാലിനൊക്കെ എതിർക്കുന്ന Yes. ഇഷ്ടം പോലെ ആ, ഓലൊക്കെ ഒരുവിധം ഇതിലൊക്കെ എല്ലാ മെയിൻ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു ബിസിനസ് സ്ഥാപനത്തിന്റെ വളർച്ചക്ക് ഇപ്പോൾ കറന്റ് ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഖത്തർ മാർക്കറ്റിൽ ഈ വ്ളോഗിങ് ഒരു വലിയൊരു പ്രധാന ഘടകമാണത്. Okay. അപ്പൊ അങ്ങനെ ഒരു സംഭവത്തേക്ക് ഇപ്പോൾ നമ്മൾ ഇത്രയും ജെന്യൂൻ ആയിട്ട്, അതായത് നമ്മൾ ഒരു എന്താ പറയാ ബോട്ടം ഇതിൽ 2-3 കാര്യങ്ങൾ ചെയ്യാറുണ്ട്. ചില ആളുകൾ ഇപ്പം എനിക്ക് തോന്നുന്നത് വെറുതെ ഫോളോവേഴ്സിനെ കുറെ കൂട്ടി വെക്കും. ഈ ഇത് ചിലപ്പോൾ 200K മുകളിലും 300K മുകളിലും ഫോളോവേഴ്സ് ഉണ്ടായിരിക്കും. അതൊക്കെ വെറുതെ ജസ്റ്റ് പൈസ കൊടുത്താൽ ഉണ്ടാക്കിയെടുക്കുന്നത്. ശരി. അതേപോലെ തന്നെ പൈസ കൊടുത്താൽ വ്യൂ കയറ്റിയിടാൻ പറ്റും, ഷെയർ കയറ്റും, ഇങ്ങനെ പല കാര്യങ്ങളും. പക്ഷെ നമ്മൾ ഇതുവരെ ഒരു ബൂസ്റ്റിങ്ങോ ഒരു എന്താണ് ബോട്ടമോ ഒന്നും നമ്മൾ ചെയ്തിട്ടില്ല. ഗിവ് അവേ പോലും നമ്മൾ ആ ഒരു ഉംറയും പിന്നെ ഒരു എനിക്കൊന്നത് ഒരു ഐഫോണിന്റെ ഒരു കാര്യം മാത്രമേ നമ്മൾ പറഞ്ഞു. ഉമ്രയുടെ കാര്യം നമ്മുടെ വ്യൂവേഴ്സിന് അറിഞ്ഞൂടാ, അതൊന്ന് പറയണം ആ എങ്ങനെ? സ്റ്റോറി. അത് നിങ്ങൾ BTS ബിഹൈൻഡ് ദ സീൻസ് ആയിരുന്നു പറഞ്ഞത്. ഉംറന്റെ കാര്യം. ഉംറ. ഓക്കെ. ഞങ്ങളൊരു ഫസ്റ്റ് ഈ ഒരു സംഭവത്തിലേക്ക് വരാൻ എനിക്ക് തോന്നുന്നത് ഒരു ഫസ്റ്റില് നമ്മൾ ഏറ്റവും കൂടുതൽ ആളുകൾ എനിക്ക് തോന്നുന്നു വീഡിയോ കണ്ടൊരു വീഡിയോ ഒരു 5 റിയാലിന് ഖത്തറിൽ എനിക്ക് തോന്നുന്നു ആദ്യമായിട്ട് ഒരു ബിരിയാണി കൊടുത്ത ഒരു വീഡിയോ ആയിരുന്നു. അത് ഒരു റെസ്റ്റോറൻറ്റ് പൂട്ടുന്ന ഘട്ടത്തിലെത്തിയ സമയത്താണ് അതിൻ്റെ ഓണർ നമ്മളെ വിളിച്ചിട്ട് നമ്മോട് പറഞ്ഞു, നമുക്ക് ഇങ്ങനെ ഒരു ഇതുണ്ട് 5 റിയാലിന് ഇവിടെ. അന്ന് ആരും കൊടുക്കുന്നില്ല. അന്നൊക്കെ എനിക്ക് തോന്നുന്നു 8, 9, 10 റിയാലുകളൊക്കെയാണ്. ആ ഒരു 5 റിയാലിൻ്റെ ബിരിയാണി ഞങ്ങൾ ഭയങ്കര ഇതിലാണ് പറഞ്ഞത്. അത് എനിക്ക് തോന്നുന്നത് ഖത്തറിൽ ഒരു വിധം ഏകദേശം 800K ഉണ്ട്. ഒരുപാട് ആളുകള് ഇത്രയും 8 ലക്ഷത്തിലുള്ള ആളുകൾ ആ വീഡിയോ കണ്ടു. ഒരു പ്ലാറ്റ്ഫോം തന്നെ. അതേപോലെ എല്ലാ പ്ലാറ്റ്ഫോമിലും അത് ഭയങ്കര റീച്ച് കിട്ടലും ഷെയർ ചെയ്യലും ഇങ്ങനെ ആളുകൾ അത്. പക്ഷെ ആ റെസ്റ്റോറൻറ്റ് എനിക്ക് തോന്നുന്നത് അന്ന് പൂട്ടുന്ന അന്ന് പെട്ടെന്ന് ഒരു കുറച്ചും കൂടി ഇതായിട്ട് ബിസിനസ് ഡെവലപ്പ് ചെയ്ത് അവരൊരു സെൻട്രലൈസ് കിച്ചൺ കുഴപ്പമില്ലാത്ത രീതിയിൽ പോലും പിന്നെ എന്തോ കാരണത്താൽ അത് എനിക്കൊന്ന് ക്ലോസ് ചെയ്തിട്ടുണ്ട് തോന്നുന്നു. അവർക്കത് പിന്നെ നടത്തിക്കൊണ്ടുപോകാൻ കഴിയില്ല എന്നുള്ളത്. പക്ഷേ എങ്കിൽ പോലും ആ റെസ്റ്റോറൻറ്റ് ഓണർ ഇപ്പോഴും ഞങ്ങളോട് ഭയങ്കര ഞങ്ങൾ എപ്പോഴും അത്രയും അറ്റാച്ച്ഡ് ആണ്. കാരണം എന്താണ് പറയുക, അവർ ആ ഒരു നിർണയം കിട്ടുന്നതാണ് നമ്മൾ. എനിക്കൊണ്ട് ഞങ്ങളെ ലൈഫിലും ഈ പറഞ്ഞ മാതിരി ഫസ്റ്റ് ഞങ്ങൾ ചെയ്ത് ഞങ്ങളെ കമ്പനിൻ്റെ അടുത്തുള്ള എനിക്ക് തോന്നുന്നത് ഒരു റെസ്റ്റോറൻറ്റ് അല്ല ഫസ്റ്റ് അല്ല കുറെ പേര് വേൾഡ് കപ്പിന് ശേഷം ഞങ്ങൾക്ക് എൻ്റെ ഒരു അഭിപ്രായം തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല. ഒരുപാട് കോൾസുകൾ സ്ഥിരം വരുമായിരുന്നു വീഡിയോ ചെയ്യാൻ. നിങ്ങൾ കഴിച്ചു നോക്കി അങ്ങനെ നോക്കി എല്ലാം പലയിടുന്നും ഒരുപാട് കോളുകൾ ഇപ്പോഴും നമ്മുടെ നിങ്ങളുടെ യുണീക്ക് ഇതെന്താണ്, നിങ്ങൾ പറയുന്ന രീതി എന്താണ്? രണ്ടാളും മാറി സംസാരിക്കും. ഒരു വോയിസ് ഞാൻ പറയുകയാണെങ്കിൽ ഒരു വോയിസ് ആദ്യം അതാണ് ആള് കോൺഫിഡൻസ് ഉണ്ടായില്ല. ഞാൻ പറഞ്ഞിരുന്നല്ലോ നിങ്ങൾ കോൺഫിഡൻസ് ഉണ്ടായില്ല. നിങ്ങൾ ഞങ്ങളെ യൂട്യൂബ് വീഡിയോ ആദ്യം എടുത്ത് നോക്കിയാൽ അറിയാം ഇവനാണ് സംസാരിക്കുക. ഞാൻ ചെല്ലൂല, അതുകൊണ്ടാണ് നിൽക്കും ചെയ്യില്ല. അതിന്റെ വേറൊരു കാര്യം, ഞാനിവരെ പിടിച്ചു വലിച്ചാൽ പോലും പറയും ഞാനത് സംസാരിക്കും, ഞാൻ എല്ലാ ഭാഗത്തേക്ക് ഇല്ല എന്ന് പറയും. പക്ഷെ ഞാൻ എന്താക്കും, ഇതിപ്പോ എന്തായാലും രസമല്ലേ ഇങ്ങനെ പറഞ്ഞ ഈ ചിലപ്പോ എന്താണ് പറയാ, നമ്മളെ ഈ ആളുകളോട് സംസാരിക്കുമ്പോൾ രസമായിട്ട് തോന്നുന്നത് ചിലപ്പോൾ ഞാൻ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നതായിരിക്കും. അതെനിക്ക് കുറേ പറയണം തോന്നും. അപ്പൊ ഞാൻ കുറേ ഇതിന് പോയി നിന്നങ്ങനെ പറയും. എന്നിട്ട് ഇപ്പൊ ഇവനത് കണ്ട് ഇവനെ ഇരുന്നങ്ങനെ ചിരിക്കുക അന്ന് ചെയ്ത് അത്. അപ്പൊ ഞങ്ങൾ മാറി മാറി പറയണേ. പിന്നെ ഞങ്ങൾ തുടങ്ങിയ ആള് ഏറ്റവും കൂടുതലുള്ളത് ഞങ്ങളിത് തുടങ്ങുമ്പോ GCCയിൽ തന്നെ വളരെ കുറവാണ്. രണ്ട് പേര് കൂടി ചെന്ന ഒറ്റ അക്കൗണ്ടിൽ, സാധാരണ വേറെ വേറെ അക്കൗണ്ടിൽ കൂടിയിട്ടായിരിക്കും. 2 പേര് കൂടിയിട്ടുള്ളത് അന്ന് വളരെ കുറവായിരുന്നു. വലിയ നാട്ടിലായാലും കുറവായിരുന്നു. ഇപ്പം അത് കുറേ ട്രെൻഡായി. അന്ന് ഞങ്ങൾ ഒരുമിച്ച് അപ്പോൾ ഒരാളെ കാണുന്നതും 2 പേര് ഒരുമിച്ച് കാണുന്നതും ഇപ്പോൾ ആൾക്കാർക്ക് വേറൊരിത്. പിന്നെ നമ്മളെ എനർജി സംസാരം രണ്ടും ഭയങ്കര ഡിഫറൻസ് സംസാരം. അതായത് എൻ്റെ വോയിസ് വേറെ തന്നെ, ഓൻ്റെ വോയിസ് വേറൊരു ഇത് കൂടിയാണ്. അപ്പോൾ കുറേ സമയം എൻ്റെ വോയിസ് മാത്രം കേട്ട് നിൽക്കുമ്പോൾ ആൾക്കാർക്ക് അത് ചിലപ്പോൾ ഇഷ്ടപ്പെടുന്നില്ല. പക്ഷേ ഇവൻ്റെ വോയിസും കൂടി വരുമ്പോൾ അത് ഒരുവിധം സ്ഥലത്തു നിന്നൊക്കെ ഞങ്ങളോട് ഏറ്റവും കൂടുതൽ പോസിറ്റീവായിട്ട് പറഞ്ഞു, നിങ്ങളെ ശബ്ദം മാറി മാറി വരുമ്പോൾ, സൗണ്ട് മാറി മാറി വരുമ്പോൾ അത് ഭയങ്കര രസമാണ്, കേൾക്കാൻ രസമാണെന്നുള്ളത് ഒരുപാട് ആൾക്കാർ. അത് ഞങ്ങൾക്കൊരു ഇൻസ്പിറേഷൻ. പിന്നെ കുറച്ച് കഴിഞ്ഞ് ഞങ്ങൾ എന്ത് ചെയ്തു, ഡ്രസ്സിങ് സ്റ്റൈലൊക്കെ ഒരേപോലെ. ഇപ്പൊ നിങ്ങൾ കണ്ടില്ലേ, ഇത് വെള്ള സെയിം പാറ്റേൺ ആണ്, അതിൽ സെയിം ആയിക്കിടും. പാൻസ് ആയാലും ഷൂ ആയാലും ഒക്കെ ഒരേപോലെ തന്നെ അങ്ങനെ ആക്കി ഞങ്ങള്. തിരിച്ചറിയൽ എനിക്ക് തോന്നുന്നത് തിരിച്ചറിയൽ തുടങ്ങിയത് ഒരു എന്താണ് പറയുക, ആളുകൾ എവിടെ പോയാലും നമ്മളെ തിരിച്ചറിയൽ തുടങ്ങിയിരിക്കുന്നത്
നമ്മൾ ആദ്യം ചെയ്തത് നിങ്ങൾ എവിടെ different പോയാലും ചെയ്ത് തുടങ്ങിയപ്പോഴാണ്. സെൽഫീസ് ഒക്കെ എടുക്കും ആൾക്കാർ? എങ്ങനെ അങ്ങനെയാണ് എല്ലാവരും. അപ്പോൾ കുഴപ്പമില്ല, ഞങ്ങൾക്ക് സെൽഫി തരണം. കുഴപ്പമില്ലാതെ എടുക്കും. പക്ഷെ അത് ഞങ്ങൾക്കൊരു നമുക്ക് സെൽഫി, ഭയങ്കര RM ടോക്സിന് ഒരു സെൽഫി വേണം. ഞാനിങ്ങനെ മറ്റേ ഇതിന്റെ സെപ്പറേറ്റ് ഇതിലൊക്കെ ഇങ്ങനെ ഞങ്ങൾ പറയും, ഒരു ദിവസം 50 ചിരി, 20 ഷെയ്ക്ക് ഹാൻഡ്, 5 സെൽഫി. ഇതില്ല, ഞാൻ തമാശയിൽ പറയട്ടോ, വല്ലപ്പോൾ എടുക്കാറുണ്ട്, ആളുകൾ എടുക്കാറുണ്ട്, ചിരിക്കാറുണ്ട്. പക്ഷെ നമുക്ക് ഇപ്പോഴും നമുക്ക് എന്താ വെച്ച് കഴിഞ്ഞാല് ആളുകള് നമ്മുടെ അടുത്ത് വരുമ്പോ നമ്മളൊന്നും ഇല്ലല്ലോ എന്നാലും, പക്ഷെ നമുക്കത് ഞങ്ങളെ മനസ്സ് എന്തോ ഒരു മാതിരി തോന്നും. ഒരിക്കൽ പള്ളിയിൽ നിന്ന് ഇറങ്ങിയപ്പോ ഈ മലയാളികളല്ലാതെ ബാക്കിയുള്ള സ്റ്റേറ്റിലുള്ളവരൊക്കെ ഭയങ്കര ഒരിക്കൽ പള്ളിയിൽ നിന്ന് ഇറങ്ങിയപ്പോൾ എനിക്കുണ്ടായ അനുഭവമാണ്. ബംഗ്ലാദേശിലുള്ളവരെ തോന്നുന്നത്, ഒരുപാട് ബംഗ്ലാദേശ് പേരുകൾ ഓടി വന്ന് കൂട്ടം കൂടി നിന്ന്. അപ്പൊ ഒരു ഫാമിലി നിന്ന് കെട്ടിപ്പിടിച്ചു. ഇപ്പൊ ഇവരൊക്കെ പാട് കൂടി ഞാൻ സെൽഫി എടുക്കാം. അപ്പൊ ഞാൻ ഇവിടെ ഇവര് നമ്മളെ കളിയാക്കി. അതായത് നമുക്ക് അങ്ങനെ തോന്നുന്നു സ്വാഭാവികം. അവര് ഫാമിലി ആയിട്ട് വന്നിട്ട് ഭയങ്കര ഇതില് ഒരു എക്സൈറ്റ്മെന്റില് നമ്മോട് നമുക്ക് തന്നെ ഒരു ഇത്. അപ്പൊ ഞങ്ങള് നിങ്ങള് മലയാളത്തിലല്ലേ? പക്ഷെ നമ്മളെ മലയാളത്തിലാണ് സംസാരിക്കുന്നത് പോലും നമ്മള് സബ് ടൈറ്റിൽസ് എല്ലാം കൊടുക്കും. അപ്പൊ അത് അവർ കാണുമ്പോ അവർക്ക് ഇതൊരു ഭയങ്കര, എനിക്ക് തോന്നുന്നത് അവർക്ക് അതൊരു പെട്ടെന്ന് മനസ്സിലാവൂല ഇത് അവര് ഞങ്ങളെ ഏറ്റവും കൂടുതൽ അത്ഭുതപ്പെടുത്തിയത് ഈ ഒരു ഹൈദരാബാദിലുണ്ട്. അയാൾ ഫാമിലി വന്നിട്ട് അയാൾ പറഞ്ഞത് എന്നെ ജാസിം, അതായത് ഇൻട്രോഡ്യൂസ് ചെയ്ത പേരടക്കം ഇന്ന വ്യക്തി, നമ്മളെ അത്രയും അടുത്ത ആൾക്കാർക്ക് തിരിച്ചറിയാൻ കഴിയാത്തത് കറക്റ്റ് നോട്ടീസ് ചെയ്തിട്ട് അയാള് എല്ലാം അങ്ങനെ വിളിക്കണവര് വരെ ഉണ്ട്. ഭയങ്കര ഇതായിപ്പോയി, ഞങ്ങളെ അത്ഭുതപ്പെടുത്തി. കാരണം പിന്നെ ഇതിൻ്റെ ഇടയിൽ വേറെ കാര്യമുണ്ട്, നമ്മള് എല്ലാവരോടും ചിരിക്കും. ഞാനൊക്കെ കാണുന്നവരോടൊക്കെ ചിരിക്കും. നമ്മളറിയണേ നമ്മൾ അങ്ങനെ അവര് ചിരിച്ചില്ല എന്ന് വേണ്ട എന്ന് കരുതിയിട്ട്. അപ്പൊ നമുക്ക് പുറത്ത് നിൽക്കുമ്പോൾ എല്ലാവരും നല്ല ഇതിൽ നിൽക്കണല്ലോ. പക്ഷെ എന്നിട്ടും ഇപ്പോഴത്തെ ഞങ്ങളൊരു ഷോപ്പ് പോയപ്പോഴേ അവിടുത്തെ ഒരാൾ പറഞ്ഞു, നിങ്ങളെ എവിടുന്നോ കണ്ടപ്പോൾ ആരോ സെൽഫി എടുത്തേക്കുന്നുണ്ട്, നമ്മൾ മൈൻഡ് ചെയ്യുന്നില്ല, ഓർക്ക് ഭയങ്കര ജാടയാണ്. അതെന്താണ്? അപ്പൊ ആൾക്കാർ പല രീതിയിലാണ് ചിന്തിക്കുക. അതായത് ഞങ്ങൾ ആരോ സെൽഫി എടുക്കുന്നുണ്ട്, അപ്പൊ ഞങ്ങൾ സെൽഫിക്കല്ലേ നോക്കുക. പിന്നെ അതിൽക്കൂടി പോണ ആളെങ്ങനെയാണ് നമ്മള് ജാട എന്നൊക്കെ ചിലവർ കമന്റിൽ ചോദിക്കാറുണ്ട്. എന്താ അറിയില്ല നമുക്ക് കേട്ടോ. ഏറ്റവും നമ്മള് ഈ വ്ളോഗിങ്ങിന്റെ ഏറ്റവും വലിയൊരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാല് നമുക്ക് കിട്ടിയൊരു സംഭവം, നമുക്ക് ഒരു അനുഗ്രഹം എന്ന് പറയാം. അപ്പോൾ നമ്മൾ ഒരു ഘട്ടത്തിൽ ഞങ്ങൾ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിൽ നമുക്ക് വളരെ ചെറിയ സാലറിക്ക് നമ്മൾ വർക്ക് ചെയ്യായിരുന്നു. പക്ഷെ നമ്മൾ ഇതിലോട്ട് ഉള്ള നമുക്ക് സ്വന്തമായിട്ട് ഓരോ പരിപാടികൾ തുടങ്ങി, എല്ലാ കാര്യങ്ങളും നമ്മളെ സപ്പോർട്ട്, നമുക്ക് ആളുകൾ തന്നൊരു സപ്പോർട്ട് തന്നെയാണ് അത്. നമ്മൾ കുറെ ബിസിനസ് ഓപ്പർച്യൂണിറ്റീസ് ഒക്കെ ഉണ്ടാവും നമുക്കിതില്. അങ്ങനെയാണ് ഞങ്ങളിപ്പോ ഓപ്പർച്യൂണിറ്റി അറിയുന്നത് നമ്മൾ ഇപ്പൊ ഈ ഒരു സോഷ്യൽ മീഡിയയിലൂടെ അതായത് സോഷ്യൽ മീഡിയ നമ്മൾ കൊടുക്കുന്ന ഒരു അഡ്വർടൈസ്മെന്റ് ഒരു വ്യക്തമായ അഡ്വർടൈസ്മെന്റ് ആണ് നമ്മൾ കൊടുക്കുന്നത്. ഇപ്പോ ഷോപ്പുകാർക്ക് വേണ്ടിയിട്ടുള്ള അഡ്വർടൈസ്മെന്റ് ആണ് നമ്മൾ ചെയ്യുന്നത്. സൂപ്പർ മാർക്കറ്റ്സ്, അതെ. അവര് സ്വാഭാവികമായിട്ട് ഇപ്പോ എനിക്ക് തോന്നുന്നത് ഫ്ലയർ കണ്ടിട്ടാണ് മുമ്പ് ആളുകൾ, ഖത്തറിലുള്ള ഓൾമോസ്റ്റ് ആളുകളൊക്കെ ശരിയാണ് പോയിരുന്നത്. ഇന്ന് അത് മാറിയിട്ട് സോഷ്യൽ മീഡിയ വഴിയാണ് ആളുകൾ ഏറ്റവും കൂടുതൽ ബിസിനസ് വരുന്നത്. അപ്പൊ അത് നമ്മളെ വിളിച്ചിട്ട് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ട് അതിലൂടെ നമുക്ക് കൊടുക്കാൻ കഴിയുന്നത് ആളുകൾക്ക് ഏറ്റവും ചീപ്പസ്റ്റ് ആയിട്ടുള്ള ഇങ്ങനത്തെ സംഭവങ്ങൾ നമ്മൾ കൊടുക്കുന്നുണ്ട്. കൂടാതെ ഈ ഷോപ്പുകാർക്ക് അതൊരു വലിയൊരു അനുഗ്രഹമായിട്ട് മാറിയിട്ടുണ്ട്. ഇപ്പോൾ ഇത് ബിസിനസ് പല രീതിയിലും, ഇനിയും വ്ളോഗിങ് അല്ലാത്ത രീതിയിലും പല രീതിയിലും മാറി. അപ്പൊ ഈ AI ക്ലോൺസ് ഇതൊക്കെ അതായിട്ട് നിങ്ങൾ എന്തെങ്കിലും മാറ്റങ്ങൾ കൊണ്ടുവരുന്നുണ്ടോ? നിങ്ങൾ സ്വന്തമായിട്ടുള്ള AI? അല്ല, അതിനെ കുറിച്ച് ആലോചിക്കുന്നുണ്ട്. അത് വ്ളോഗിങ്ങിൽ നമ്മുടെ എഡിറ്റിങ്ങിലൊക്കെ അതിന്റെ എന്തെല്ലാം ഉപയോഗിക്കാന്നുള്ള കാര്യങ്ങളൊക്കെ. അതായത് നമുക്ക് ഇതിൽ പിടിച്ചിരിക്കണമെന്നുണ്ടെങ്കിൽ എന്താണോ അഡ്വാൻസ് ആയിട്ട് വരുന്നത് അതിനനുസരിച്ച് നിന്നാലേ ഇതിൽ പിടിച്ചിരിക്കാൻ പറ്റുള്ളൂ. ഇതിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇന്നിപ്പോൾ നമ്മൾ നിൽക്കുന്ന സ്റ്റേജിലാവില്ല. ഓക്കെ, നമ്മളെ ഗ്രോത്ത് നല്ല കറക്റ്റ് ആയിരുന്നു, ആ ഒരു ഇതിൽ തന്നെ ഉണ്ടായിരുന്നു. പക്ഷെ നാളെ നമ്മൾ എന്താവുമെന്ന് നമുക്കതെന്ത് വിവാദങ്ങൾ വരുമെന്നോ വേറെ എന്തെങ്കിലും പ്രശ്നങ്ങൾ വരുമെന്നോ നമ്മളെ ഡൗൺ ഒന്നും പറയാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് ഇതിനനുസരിച്ച് മാറ്റം വരുത്തിയാണ് നമ്മൾ എല്ലാറ്റിലും അഡ്വാൻസ് ആയിട്ട് നിന്ന് കഴിഞ്ഞാൽ ഒക്കെ ഉഷാറാവുമെന്നാണ് കരുതുന്നത്. ഇവിടെ ഇപ്പോൾ ഖത്തറിൽ എനിക്ക് തോന്നുന്നത് ഏറ്റവും കൂടുതൽ ബിസിനസ്സുകാരെ പോലെ തന്നെ ബ്ലോഗേഴ്സും കൂടുതൽ വരുന്നുണ്ട് ഇതിലേക്ക്. നിങ്ങൾ ഇത്രയും ഫ്രണ്ട്സാണ്, ഇത്രയും വർഷങ്ങളായിട്ട് നിങ്ങൾ ഫ്രണ്ട്സാണ്. There will be a lot of negativity that will be coming between you, around you, within you. അപ്പോൾ അതെങ്ങനെ നിങ്ങൾ, how do you manage those negativity? How do you manage those
തിങ്സ് when you get externally get it, അതിന് പുറത്തുനിന്ന് വരുമ്പോൾ നിങ്ങൾ എങ്ങനെ ഹാൻഡിൽ ചെയ്യും? അതിന് ചിലപ്പോൾ എനിക്കൊരു ഉത്തരവും ഓനൊരു ഉത്തരവും ഉണ്ടാവും. പറയും. ഞാൻ പറയുമ്പോൾ നമ്മൾ ഫ്രണ്ട്സ് നമ്മളെങ്ങനെയാണോ അങ്ങനെ ആയിരിക്കാം. ഓക്കെ. നമുക്ക് ഓരോടെന്തെങ്കിലും പറയേണ്ടെങ്കിൽ പറയാം, അഭിപ്രായം പറയേണ്ടെങ്കിൽ പറയാം, സാധാരണ കളിയാക്കാണ്ടെങ്കിൽ കളിയാക്കാം, ദേഷ്യം വേണ്ടി ദേഷ്യപ്പെടുക. അപ്പോഴൊക്കെ അതിൻ്റെ ഇടയിൽ നമ്മൾ ചെറുപ്പം മുതലുള്ള ഫ്രണ്ട്സാണല്ലോ, ആ ഒരു ബോണ്ട്. പിന്നെ നമ്മൾ മറ്റുള്ളതിന് എനിക്ക് ഈ ശരിക്കും ഈ ഇൻഫ്ലുവൻസേഴ്സ് അല്ലെങ്കിൽ വ്ളോഗിങ്ങിൽ അല്ലെങ്കിൽ നമ്മളൊരു ഫെയിമിൽ നിൽക്കുമ്പോഴുള്ള ഏറ്റവും വലിയൊരു ഇത് പറഞ്ഞാൽ, ഒന്ന് നമുക്ക് ഫിനാൻഷ്യലി ഉള്ള കാര്യത്തിൽ, അതേപോലെ ഫെയിം, ഇതിൽ രണ്ടിലും പ്രശ്നം ഉണ്ടാവാതിരുന്നാൽ നോ ഇഷ്യൂ എന്നാണ് ഞാൻ കാണുന്നത്. കാരണം ഞങ്ങൾ തമ്മിൽ അത്തരം കാര്യങ്ങളിൽ ഇവ നിന്നു ഞാൻ നിന്നു എന്നുള്ള കാര്യങ്ങളിൽ ഇനി അങ്ങനെ നമുക്ക് തോന്നുകയാണെങ്കിൽ എടാ ഞാൻ നിൽക്കണം, അത് ഇന്ന് ഞാൻ നിൽക്കുക, അത് ഇന്ന് ചെന്നു, ഇനി ഇത് നിന്നിട്ടില്ലാണ്ട് ഓക്കെ എനിക്ക് കുഴപ്പമില്ല, ഓനും കുഴപ്പമില്ല, അവിടെ റെസ്റ്റ്. അപ്പോൾ നമ്മൾ ശരിക്കും ഇത് പറഞ്ഞാൽ ശരിക്കും ഒരു ഇതിൽ നിങ്ങൾക്ക് അറിയാം, സിനിമയിൽ നായകന്മാരുണ്ടാവും, ഉപനായകന്മാരുണ്ടാവും. അപ്പോൾ നമ്മളതിൽ ഞങ്ങൾ രണ്ടുപേരും ഹീറോസാണ് ഒരേപോലെ. അത് സ്ക്രീൻ എത്ര വന്നാലും അത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യൂല. ഓൻ പറഞ്ഞാൽ നമുക്ക് അത്രയും സുഖം, ഞാൻ പറഞ്ഞ ഓൻ അത്രയും സുഖം എന്നുള്ള രീതിയിൽ. എനിക്ക് തോന്നുന്നത് ഇതില് ഞങ്ങൾ തമ്മിലുള്ള ഒരു ബോണ്ട് തെറ്റിപ്പിരിയാതിരിക്കാനുള്ള ഒരു കാരണം, ഇന്നിപ്പോഴും ഇതേപോലെ നിൽക്കുന്നത് ചിലപ്പോ എന്താണ് പറയാ, രണ്ടാളുകൾ തമ്മിൽ എപ്പോഴും എപ്പോഴും ഉള്ളതാണ്, വ്യത്യാസം ഉണ്ടായിരിക്കും. ഞങ്ങൾ തമ്മിൽ എപ്പോഴും എപ്പോഴും കച്ചറ ഉണ്ടാവാറുണ്ട്. മീൻസ് അഭിപ്രായ വ്യത്യാസം ഭയങ്കര അങ്ങനെയല്ല, അത് പല രീതിയിലാണ്. അതായത് നല്ല അങ്ങോട്ടും ഇങ്ങോട്ടും ഫൈറ്റ് ചെയ്യാതെ സംസാരത്തിലൂടെ ഫൈറ്റ് ചെയ്യാറുണ്ട്. ഇപ്പൊ ഒരു കാര്യത്തിനെ കുറിച്ചിട്ടാണെങ്കിലും ഞങ്ങൾ നല്ല അങ്ങോട്ടും ഇങ്ങോട്ടും ഫൈറ്റ് ചെയ്യാം. ഞങ്ങൾ തെറ്റ് പറഞ്ഞു കഴിഞ്ഞാല് എത്ര ഇതുണ്ടെങ്കിലും പക്ഷെ ഞങ്ങൾ അങ്ങനെ ഒരു ഇതാകാറില്ല. അത് എന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാല് എനിക്ക് തോന്നുന്നത് ഏറ്റവും കൂടുതൽ ആളുകൾ ഇപ്പം ബിസിനസ്സിനാണെങ്കിലും അല്ലെങ്കിൽ ഏത് മേഖലയാണെങ്കിലും ഒന്നാമത്തെ കാര്യം ഫിനാൻഷ്യലി. അത് ഫിനാൻഷ്യലി എന്ത് ഇതുണ്ടെങ്കിലും ആളുകൾ തമ്മിൽ തെറ്റാറുണ്ട്. ഒരു ബിസിനസ് മേഖല അടക്കം വരുന്ന പ്രശ്നം അതാണ്. പക്ഷേ ഇപ്പൊ നമുക്ക് എന്ത് വരുമാനം ഉണ്ടെങ്കിലും എന്താണെങ്കിലും എങ്ങനെയാണെങ്കിലും എനിക്കില്ലെങ്കിലും ഞാൻ ഓന് കൊടുക്കും, ഓനില്ലെങ്കിൽ എനിക്ക്. അത് ഞങ്ങൾ പൈസ പണമല്ല വലുത്. എൻ്റെ വീട്ടുകാർക്കും അവൻ്റെ വീട്ടുകാർക്കും ഞങ്ങൾ എന്ത് നേടുന്നു അല്ലെങ്കിൽ എന്ത് സമ്പാദിക്കുന്നു അല്ലെങ്കിൽ എന്താണ് ഞങ്ങളുടെ ഉള്ള ധാരണ എന്ന് പോലും ഇന്നും വ്യക്തമല്ല. അതാണ് അതിന്റെ യാതൊരു. പക്ഷെ ഓരോ ആകെ പറയല് നിങ്ങൾ തമ്മിൽ തെറ്റെഴുതിയെന്ന് മാത്രമാണ്. ഓന്റെ അമ്മ ആയാലും എന്റെ അമ്മ ആയാലും ഓന്റെ വാപ്പ പറഞ്ഞിരുന്നു, നമ്മളേറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യാൻ നമ്മളെ പേരൻസ്. അപ്പൊ എന്റെ അമ്മക്ക് ഏത് വീഡിയോ ഇഷ്ടമാണ്, ഏത് വീഡിയോ. അത് ഉമ്മമാരെ ഞങ്ങൾ ഇവിടെ കൊണ്ടുവന്നിരുന്നു. ഉമ്മമാരെ ഞങ്ങൾ ഭാര്യമാരെ ഒരുമിച്ച് കൊണ്ടുവന്ന സമയത്ത് ഞങ്ങൾ ഒരുമിച്ച് തന്നെയാണ് ഒരു ഫ്ലാറ്റിലാണ് താമസിച്ചിരുന്നത്. അപ്പം ഞങ്ങൾ ഭാര്യമാരെ ഒരു ദിവസം ഞങ്ങളെ കൂടെ അല്ലാതിരുന്ന സമയത്ത് ഉമ്മമാരായിട്ടും ട്രാവൽ ചെയ്യുന്ന സമയത്ത് ഉമ്മമാരെ ഞങ്ങളോട് ആവശ്യപ്പെട്ട ഒറ്റ കാര്യം പറഞ്ഞിട്ടുള്ളൂ, നിങ്ങൾ തമ്മിൽ എന്തുണ്ടെങ്കിലും ആരെന്ത് പറഞ്ഞാലും നിങ്ങൾ തമ്മിൽ തെറ്റരുത്, എന്നും ഒരുമിച്ച് ഇതേപോലെ പോകണം എന്നൊരൊറ്റ വാക്ക്. അത് ഞങ്ങൾ ജോലിയിൽ നിന്ന് ഇറങ്ങുകയാണെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ മുന്നോട്ട് പോവുകയാണെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾക്ക് തന്ന ഒരൊറ്റ ഉപദേശം അതാണ്, നിങ്ങൾ ബാക്കി നല്ല രീതിയിൽ നടക്കുക എന്നുള്ളതാണ്. രണ്ട് കാര്യങ്ങൾ നമ്മളോട് ആവശ്യപ്പെട്ടുള്ളൂ. ഇത് നമ്മൾ അത്ര പറയണ സിമ്പിൾ അല്ല. കാരണം നമ്മൾ ഒരു വ്ളോഗിങ് ഒരാൾ ചെയ്യുമ്പോഴത്തേന് ചിലപ്പോൾ ഇവൻ കൂടുതൽ പണിയെടുത്തിട്ടുണ്ടാവില്ല, ഞാൻ ചിലപ്പോൾ കൂടുതൽ മേ ബി അത് ഞങ്ങളുടെ ഉള്ളിലുള്ളതാണ്. ഞങ്ങൾ ഡിവൈഡ് ആണെങ്കിലും ടീം വർക്ക് ആണെങ്കിലും അതിൽ അപ്പൊ പലർക്കും പല ഇഷ്യൂസും വരും. പണാണല്ലോ എല്ലാവരും. അപ്പൊ ഒരു ടീം സ്പോർട്ട് അല്ലേ, അതുപോലെ ഞങ്ങളെ ഇതിൽ ഏറ്റവും പിന്നെ ഹെൽപ്ഫുൾ എന്ന് പറയുന്നത് നമ്മളെ ക്യാമറമാൻ കേട്ടോ. നമ്മൾ എടുത്തു പറയേണ്ടത് അവരും കൂടി അതുണ്ട്. അതെന്ന് വെച്ചാല് അവര് ഇതിന്റെ പിന്നില് എഫേർട്ട് എടുക്കുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല് അവരെന്താണ് നമ്മള് ഒരു കണ്ടന്റ് കൊടുത്തു കഴിഞ്ഞാൽ അവരെങ്ങനെ എഡിറ്റ് ചെയ്ത് തരുന്നു ആ രീതിക്ക് അവര് നമുക്ക് വേണ്ടി ചെയ്യും. അതിൽ എനിക്ക് 4 പേര് പറയുന്നുണ്ട്. ഫസ്റ്റ് നമ്മളെ കൂടെ ഉണ്ടായിരുന്ന ജിതിന്, പിന്നെ ബാസിൽ ഹുസൈൻ, പിന്നെ യഹിയ, ഇപ്പൊ നമ്മളെ കൂടെയുള്ള അഫ്നാന്. ഇവരൊക്കെ ഓരോ ഘട്ടത്തിലും ഇപ്പൊ നമ്മളെ കൂടെ ഏറ്റവും ഏറ്റവും കൂടുതൽ, കാരണം അവരെ ഐഡിയയും കൂടി നമുക്ക് സ്വന്തമായിട്ടൊരു ഇത്. പിന്നെ വേറൊരു കാര്യത്തിൽ വിജയിച്ച് പോകണമെന്നുണ്ടെങ്കിൽ ഞാൻ ഒറ്റയ്ക്കൊരു വ്ളോഗ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് എൻ്റെ ഒരു ഐഡിയയിലൂടെ പോവുള്ളൂ, ഞാൻ ചിന്തിക്കണ മാതിരി. അപ്പോൾ എനിക്ക് വേറെ എൻ്റെ ഒരു വ്യൂ, ഞാൻ വ്ളോഗ് കാണുന്ന ഒരു വ്യൂ വേറെയാണ്, ഇവൻ വേറെ കാണുന്നത്. ആ ക്യാമറമാൻ വേറെ വ്ളോഗാണ്. അപ്പോൾ ഒരു വീഡിയോ ഇട്ടാൽ എങ്ങനെ കാണും, ആര് കാണും, ഇതിലെന്തെല്ലാം ഐഡിയ, ഇതിൽ വല്ല മോശം എന്തെങ്കിലും ഉണ്ടോ. അപ്പോൾ നമ്മൾ പിന്നെ ഒരു നെഗറ്റീവിൻ്റെ കാര്യമല്ല, അങ്ങനത്തെ കാര്യങ്ങൾ നമ്മൾ ഫുള്ള് ഒഴിവാക്കാറാണ്. നെഗറ്റിവിറ്റി പെട്ടെന്ന് എടുത്ത് കാണിക്കുമല്ലോ നെഗറ്റീവ് ആളുകൾ നമ്മോട് നെഗറ്റീവ് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചില
വിളിച്ചിട്ട് നമ്മളോട് പറയാറുണ്ട്. ചില റെസ്റ്റോറൻറ്റുകൾ അല്ലെങ്കിൽ ചില എവിടെയെങ്കിലും പോയി സാധനങ്ങൾ കിട്ടാതിരിക്കൽ, ഫുഡ് മോശമാകുക, ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ നമ്മോട് വിളിച്ച് പറയാറുണ്ട്. അത് നമ്മോടുള്ള ഇഷ്ടം കൊണ്ട് പറയുന്നതാണെന്ന് പറയാറുണ്ട്. അത് അപ്പോഴും നമ്മോട് പറയുന്നത് നിങ്ങളോട് ഇഷ്ടം കൊണ്ട് പറയാൻ കേട്ടോ എന്ന് പോലും അത്രയും വളരെ മാന്യതയിലൂടെ പെരുമാറുന്ന ഒട്ടുമിക്ക ആളും. പിന്നെ ചെറിയ ചെറിയ നെഗറ്റീവുകൾ ആളുകൾ കമൻറ്റിലൂടെ അറിയിക്കെങ്കിലും നിങ്ങൾ ഇങ്ങനെ പറഞ്ഞെങ്കിൽ പോലും, പക്ഷെ നമുക്കത് എന്താണ് പറയുക, പറയുന്നത് നമ്മളത് അങ്ങനെ വല്ലാതെ ഇതാക്കില്ല. പക്ഷെ ഇഷ്ടപ്പെടുന്ന ഒരു വലിയൊരു വിഭാഗം നമ്മളുണ്ട് എന്ന് വിശ്വസിച്ചിട്ടാണ് നമ്മൾ ഇന്നും മുന്നോട്ട് പോകുന്നത്. അതാണ് അതിന്റെ സത്യം. പിന്നെ ഫുഡൊക്കെ നമ്മൾ ടെസ്റ്റ് ചെയ്തിട്ട് വീഡിയോ എടുക്കുള്ളൂ. അവർക്ക് റെസ്റ്റോറൻറ്റ് വിളിക്കുകയാണെങ്കിൽ പെട്ടെന്ന് പോയി വീഡിയോ എടുക്കൂല. നമ്മൾ കഴിച്ചു വീഡിയോ എടുക്കുള്ളൂ. ഫുഡ് ടേസ്റ്റ് ഇല്ലാത്ത ചിലതൊക്കെ നമ്മൾ ഒഴിവാക്കിയിട്ടുണ്ട്. നമുക്ക് ഓക്കെ ആവണം. അങ്ങനെ കാരണം ഫുഡിന്റെ കാര്യത്തിലാണ് ഏറ്റവും കൂടുതൽ എനിക്ക് തോന്നുന്നത് പ്രശ്നം ഉണ്ടായത്. കാരണം ഒരു റെസ്റ്റോറൻറ്റ് പല ആളുകൾക്കും ടേസ്റ്റ് ഭയങ്കര ഡിഫറെൻ്റ് ആണ്. അപ്പം നമുക്ക് ഇഷ്ടപ്പെടുന്നാവില്ല, വേറൊരാൾക്ക് ഇഷ്ടപ്പെടും. പ്രശ്നം വരുന്നത് അതാണ്. ശരിയാണ്. അതെപ്പോഴും ഉണ്ടാകും. വേറെ പിന്നെന്താ വെച്ചാൽ നമ്മളപ്പോൾ നമ്മള് യൂട്യൂബിന്റെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞു. അപ്പോൾ യൂട്യൂബിലൊക്കെ ഞങ്ങൾ കുറേ പേര് വാട്സപ്പിലൊക്കെ അയച്ചു കൊടുക്കും. നമ്മൾ യൂട്യൂബ് തുടങ്ങി, എല്ലാവരും പിന്നാലെ പ്ലീസ് ഒന്ന് കാണൂ, നമുക്ക് മോണിറ്റർ ചെയ്യാം. പക്ഷെ എല്ലാവരും ഓക്കെ കണ്ടു എന്നൊക്കെ പറയും. പക്ഷെ ഞങ്ങളിപ്പോഴും എവിടെ എത്തിയില്ല കേട്ടോ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളിപ്പോഴും പുതിയ പുതിയ സാധനം ഇന്നും പഠിച്ചു. അതായത് ഓരോ ദിവസവും പല മാറ്റങ്ങളുമാണ് ഈ സോഷ്യൽ മീഡിയയിൽ വന്നുകൊണ്ടിരിക്കുന്നത്. എനിക്ക് തോന്നുന്നത് പിന്നെ ഒരുപാട് ബ്ലോഗേഴ്സും ഖത്തറിൽ നിന്ന് വരുന്നുണ്ട്. ഇഷ്ടംപോലെ ആളുകൾ വ്ളോഗിങ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അവനാണ് ഇഷ്ടപ്പെട്ട രീതിയിൽ. അപ്പം ഞങ്ങൾ ഇന്ന് പോരുമ്പോഴും കൂടി എങ്ങോട്ട് പോകണം, ഞങ്ങൾ വണ്ടിയിൽ നിന്ന് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യുന്നത് അടുത്ത വീഡിയോ അല്ലെങ്കിൽ അടുത്ത എന്ത് നമുക്ക് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ പുതുതായിട്ട് കൊണ്ടുവരാൻ പറ്റും, അതേപോലെ പുതിയ കണ്ടന്റ് എങ്ങനെ ചെയ്യാൻ പറ്റും. അതാണ് നമ്മളെ. അപ്പം ഞാനതിൽ പറഞ്ഞൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഞങ്ങൾ യൂട്യൂബ് ചെയ്തിട്ടാണല്ലോ വന്നത്. എന്നാൽ ഞങ്ങൾക്ക് അത്ര സപ്പോർട്ടൊന്നും കിട്ടിയില്ല. അങ്ങനെ ഞങ്ങൾ ഇൻസ്റ്റാഗ്രാം ടിക്ടോക്കിലേക്ക് മാറി വേൾഡ് കപ്പിൻ്റെ സമയത്ത്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഖത്തർ വേൾഡ് കപ്പാണ് നമുക്കൊരു കാരണം നമുക്ക് ഫുട്ബോൾ ഭയങ്കര ടേണിംഗ് പോയിന്റ്. കാരണം ഫുട്ബോളിനോട് ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് ഞങ്ങൾ ഒരു 5-6 മാസം മുമ്പ് തന്നെ ഒരുങ്ങി റെഡി ആയിക്കാണ്ട് ജേഴ്സിയൊക്കെ വാങ്ങി. എനിക്കൊക്കെ ബ്രസീലിൻ്റെ പല ടൈപ്പുള്ള ജേഴ്സി, പിന്നെ അർജന്റീന ജേഴ്സി, അതേപോലെ. അതായത് ഫസ്റ്റ് പറയേണ്ടതിൽ ഞങ്ങൾ തുടങ്ങുന്ന സമയത്ത് ഞങ്ങൾക്ക് ഉണ്ടായിരുന്ന ഇൻസ്റ്റാഗ്രാമിന്റെ ഫോളോവേഴ്സ് ആകെ 800 നമ്മളെ ഫ്രണ്ട്സ് ഫോളോവേഴ്സ് നിന്നാണ് വേൾഡ് കപ്പിന് 65K ഇന്ന് എത്തി നിൽക്കുന്നത്. അതെല്ലാം ഓർഗാനിക് ഫോളോവേഴ്സ് ആണ്. യൂട്യൂബ് വലിയ വീഡിയോ ഉണ്ടായി കുറേ നേരം ടൈം എടുക്കും. അപ്പോൾ വേൾഡ് കപ്പിന് നമ്മൾ എല്ലാ സ്ഥലം കാണും, എല്ലാ കാര്യങ്ങളും കവർ ചെയ്യണം എന്നുള്ളതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തു, കാരണം വേൾഡ് കപ്പിന് മുമ്പ് തന്നെ ഒരുപാട് പരിപാടികൾ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, ഇൻസ്റ്റഗ്രാം ടിക്ടോക്ക് എന്നുള്ള രീതിയിലേക്ക് ആ രീതിയിൽ വീഡിയോ മാറ്റി. അതോടുകൂടി പിന്നെ ഓൾറെഡി ആളുകൾക്കൊരു ഇഷ്ടമാണ് കേട്ടോ. അങ്ങനെ ഉണ്ട്. ഞങ്ങൾ പണ്ട് ഒരു കഥ ഉണ്ട് ഞങ്ങൾക്ക് ഇതിൽ പറയാനുള്ളത്. ഞങ്ങൾ ഫസ്റ്റ് ഞങ്ങൾക്ക് ആളുകൾ നമ്മളെ വീഡിയോ കണ്ട് ചെല്ലുന്നുണ്ടെന്ന് പറയുന്ന കാര്യത്തിൽ നമ്മളൊരു റെസ്റ്റോറൻറ്റ് പോയി, ഒരു ബ്രോസ്റ്റഡാണ്. അപ്പോൾ വീഡിയോ എടുത്തു. അപ്പോൾ അവിടെ ഇങ്ങനെ വീഡിയോ എടുത്തിട്ട് ഞങ്ങളിങ്ങനെ സൗണ്ട് കൊടുത്തു. ഇങ്ങനെ എന്താ ഞങ്ങൾക്ക് ഏറ്റവും ഭയങ്കര ഇഷ്ടമായി, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് എടുത്ത് പോന്നു. ആ ഷോപ്പുകാരനെ അറിഞ്ഞിട്ടില്ല, വീഡിയോ ഇട്ടു, അത് ഭയങ്കര റീച്ചായി. അവിടെ കുറേ പേര് പോയി കഴിച്ചു, അതിൽ കുറേ അഭിപ്രായങ്ങൾ പറഞ്ഞു. അപ്പോൾ പിന്നീട് ആ ആളെ ഏതൊരു സ്ഥലത്ത് ഞങ്ങൾ കണ്ടു. അപ്പോൾ മൂപ്പര് ഞങ്ങളോട് പറഞ്ഞു, നിങ്ങളെ ഞങ്ങൾ നോക്കി നിൽക്കുക, ഞങ്ങൾ അറിഞ്ഞിട്ടുണ്ടായില്ല. അയാൾക്ക് ഞങ്ങൾ അറിയില്ലായിരുന്നു, ഞങ്ങൾ വീഡിയോ എടുത്ത് പോകുന്നത് ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു. പക്ഷേ അയാൾ യാദൃശ്ചികമായിട്ട് കണ്ടിട്ടിയപ്പോൾ അയാൾ പറഞ്ഞു, നിങ്ങളെ പേര് പറഞ്ഞിട്ടാണ് നമ്മളെ ഷോപ്പൊക്കെ ഒരുപാട് ആൾക്കാർ. അത് നമ്മൾ എപ്പോഴും നോക്കുന്നുണ്ടായിരുന്നു നിങ്ങൾ എവിടെയുള്ളത്. അപ്പൊ ഞങ്ങൾക്ക് തോന്നി ഇത് നല്ലൊരു ഇങ്ങനെയാണല്ലോ. അപ്പൊ അങ്ങനെ നിങ്ങൾ റിയലൈസ് ചെയ്ത് അതിന്റെ മുന്നേ ഇത് നമ്മൾ ഈ ഫുഡിലേക്കും കൂടി പിന്നെ ഇതൊരു എന്താ പറയാ രസമായിരുന്നു കേട്ടോ. ആദ്യത്തിൽ ഭയങ്കര രസമായിരുന്നു. അതായത് കമന്റ് ആളുകൾ ഇടുന്നു, അതിന് റീപ്ലൈ കൊടുക്കുന്നു, ഇങ്ങനെ നെഗറ്റീവ് ഇങ്ങനെ കോമഡി കമന്റുകൾ വരുന്നു. ഇത് ഇവനൊന്നും കൂടി എനിക്ക് തോന്നുന്നത് കമന്റിന് ഇവനാണ് ഏറ്റവും കൂടുതൽ. ഞാൻ ആ കമന്റ് വായിക്കും, പക്ഷെ ഞാൻ റീപ്ലൈ ഇങ്ങനെ കണ്ടിരിക്കും, ഇവൻ കമന്റ് റീപ്ലൈ കൊടുക്കും അങ്ങനെ. അപ്പൊ ഇത് നോക്കിയിരിക്കലും കമന്റുകൾക്ക് വന്നപ്പോഴാണ് ഞങ്ങൾ സ്വാഭാവികമായിട്ട് ഇതൊരു വലിയ സാധ്യത ഉണ്ട് എന്നുള്ളൊരു സംഭവത്തിലേക്ക് എത്തിപ്പെടുന്നതും. ഫസ്റ്റിൽ നമ്മൾ വിളിക്കുന്ന ഒരു ഷോപ്പ് നമ്മളെ എന്താണ് അറിയാ, നമ്മളെ ഫ്രണ്ടിന്റെ ഒരു ഫ്രണ്ട് നമ്മളെ നാട്ടിലുള്ള ഒരാള്. അപ്പോ അതെ, അങ്ങനെ ആ ലെവലിൽ നിന്ന് ഓരോ ദിവസം എന്ന് പറഞ്ഞ മാതിരി. സൂപ്പർ മാർക്കറ്റ് ആയിരുന്നു? അല്ലല്ല, റെസ്റ്റോറന്റ്. എന്താണ്? ചായഗ്രാം. അതെവിടെയാണ്?
അതിപ്പോ അത് ഇല്ല, ഇല്ല സാധനം ഇല്ല. ഓക്കെ. അത് എനിക്കൊന്നത് ഒന്ന് ബായ എന്ന് പറഞ്ഞ സ്ഥലത്തായിരുന്നു. അവിടെയാണ് നമ്മൾ ഫസ്റ്റ് ഒരു കോഫി ഷോപ്പ് ഒക്കെ രൂപത്തിലായിരുന്നു. പക്ഷെ അത് കുറച്ചും കൂടി ഹൈ ക്ലാസ് ഒരു ഇതായിരുന്നു. പക്ഷെ അന്ന് അവർ നമ്മൾ വെറുതെ പോയി കഴിച്ചു, പിന്നെ അങ്ങനെ വീഡിയോ ഇട്ട് Yeah. പിന്നെ 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 ഞങ്ങളെ കമ്പനീൻ്റെ അടുത്തുള്ള ഒരു വിളിച്ച് ചെയ്യിപ്പിച്ചു. അപ്പോൾ ആരാണ് നിങ്ങളുടെ കസ്റ്റമേഴ്സ്? മെയിൻലി റീറ്റെയിലേഴ്സ് ആണോ അതോ ഫുഡ് റെസ്റ്റോറൻറ്റ്സ് ആണോ? മിക്സാണ്, എല്ലാം എല്ലാം ഞങ്ങൾ മിക്സ് ചെയ്യും. എല്ലാം എല്ലാ മേഖലയും ചെയ്യും, എല്ലാം എല്ലാ മേഖലയും ചെയ്യും. അപ്പം എനിക്ക് ഇപ്പോൾ വ്യൂസിനോട് പറയാം, അതായത് ഇപ്പോൾ ഇത് ചെയ്യുന്ന ആൾക്കാരോട് ഇങ്ങനെ വീഡിയോ, അതായത് ഒരു ഇതിന് മാത്രം ഫോക്കസ് ചെയ്യാതെ എല്ലാ സാധ്യതകളും കൂടി നമ്മൾ എന്താണ് പറയുക, നിങ്ങൾ റിയൽ എസ്റ്റേറ്റ് ചെയ്യും, എല്ലാം ചെയ്യും, ഓൾ ടൈപ്പ് ഓഫ് അല്ല നമുക്ക് പോർട്ട്ഫോളിയോസ്. പക്ഷേ ഹൈപ്പർ മാർക്കറ്റുകൾ, ഇതില് കുറേ- റെസ്റ്റോറൻറ്റുകൾ, ഓക്കെ. പിന്നെ ഇന്നിപ്പോൾ ഞങ്ങൾ ഇങ്ങോട്ട് പോരുമ്പോട്ട് ഒരു സലൂണ്, സലൂൺ. ഓക്കെ. പിന്നെ ചില ഗ്യാരേജ്. കാര്യങ്ങൾ ഞങ്ങൾ നോക്കും. ഓക്കെ. ചിലത് നന്നായിട്ട് നോക്കിയിട്ടേ ചെയ്യാറുള്ളൂ. ചിലത് ഭയങ്കര പണി കിട്ടുന്നതാണെങ്കിൽ ചെയ്യാറില്ല. അല്ല, അത് ആളുകൾക്ക് ഒരു പ്രശ്നമാണെന്നുണ്ടെങ്കിലൊക്കെ ഉള്ളത് നമ്മൾ ചെക്ക് ചെയ്തിട്ടേ ചെയ്യുള്ളൂ. ചെയ്യത്തുള്ളൂ. ഹൈപ്പർ മാർക്കറ്റും ഒന്നും പ്രശ്നമില്ലല്ലോ, അത് നമുക്ക് Yes. അവരെ ഓഫർ പറഞ്ഞാൽ മതിയല്ലോ. അപ്പോൾ ബാക്കിയുള്ളതൊക്കെ നമ്മൾ നോക്കി നോക്കിയിട്ട് ചെയ്യുള്ളൂ. ഇപ്പോൾ റിയൽ എസ്റ്റേറ്റ് ഒക്കെ ആണെങ്കിലും ഞങ്ങളുടെ വ്യൂവേഴ്സിന് ഹൈപ്പർ മാർക്കറ്റ് പോകണമെങ്കിൽ ഇത് ഹൈപ്പർ സമീറൊക്കെ റെസ്റ്റോറൻറ്റ്, എല്ലാ കാര്യങ്ങളും, ഫുഡൊക്കെ. ഇന്ന് ഖത്തറില് എല്ലാ ഹൈപ്പർ മാർക്കറ്റുകളും ഓഫർ ഇട്ട് മത്സരിക്കുകയാണ്. Ah, yes, ഗവൺമെന്റ് തുറന്ന സാധനം കൂടി കൊടുത്തിട്ടുണ്ട്. യെസ്. അപ്പൊ അതിന്റെ അടിസ്ഥാനത്തില് ഇപ്പൊ ഇന്ന് ഒരാൾ കമന്റ് ചോദിച്ചൊരു ചോദ്യമാണ്, Yeah. നിങ്ങൾ തന്നെ അവിടെ പോണം ഇവിടെ പോണം എന്ന് പറയുന്നുണ്ട്. ഞങ്ങൾ സത്യത്തിൽ എവിടെയാണ് പോകേണ്ടത് ചോദിക്കുന്നത്. എക്സാക്ട്ലി. അതിപ്പോ നമുക്ക് അല്ല, അത് അവരെ ഇപ്പൊ നിങ്ങൾ നിയറസ്റ്റ് ഏതാണുള്ളത് നമ്മൾ അവരോട് അത് പറയുന്ന നോക്കിയിട്ട് ഒറ്റ മറുപടി ഉള്ളൂ, നിങ്ങൾ എടുത്ത് ഏത് ഷോപ്പിലാണോ ഏറ്റവും കൂടുതൽ ഓഫർ ഉള്ളത് അത് അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങൾക്ക് കാണണം. കണ്ടിട്ട് പോവാ. അത്രയും നമുക്ക് പറയാൻ പറ്റില്ല. ഇതില് ഇന്ന നിങ്ങൾക്ക് പ്രിഫറൻസ് വെക്കാൻ പറ്റില്ല. ഇല്ല. നിങ്ങളുടെ ക്ലയൻസ് ഇന്ന് ഇവര് ഓഫർ ഇട്ട് ഒത്തിരി പേരാണ്. ഒരു സൂപ്പർ മാർക്കറ്റോ നാളെ അതിലും കുറഞ്ഞിട്ട് ഇപ്പൊ ഇന്ന് ഇവിടെയാണ് ഓഫർ എന്ന് പറഞ്ഞാൽ ചിലപ്പോ അപ്പൊ തന്നെ കാണാം, പിറ്റേ ദിവസം മറ്റേ വിളിച്ചിട്ട് പറയും അത് ഉണ്ടാവാറുണ്ട്. നിങ്ങൾ കോമ്പറ്റീഷൻ വരുമ്പം നിങ്ങൾ എന്താണ് നിങ്ങളുടെ കോമ്പറ്റീറ്റേഴ്സ് ഉണ്ടല്ലോ നിങ്ങളെ പോലെ നിങ്ങളുടെ സെയിം ഫീൽഡിലുള്ള? ഞാനും ഇവനെപ്പോഴും പറയലുണ്ട്, Yeah. നമുക്ക് ഈ അസൂയ എന്നുള്ള പ്രശ്നം നോർമലി എല്ലായിടത്തും ഉള്ളതാണല്ലോ. അപ്പൊ ഇന്ത്യൻസ് എസ്പെഷ്യലി അത് നമ്മൾ കോമ്പറ്റീഷൻ വരുമ്പോൾ നമ്മൾ എങ്ങനെ അതിൽ വ്യത്യസ്ത കൊണ്ടുവന്നുകൊണ്ട് നമുക്ക് അവരെ മറികടക്കാൻ പറ്റും. ചിലപ്പോൾ പറ്റും, ചിലപ്പോൾ പറ്റൂല. ഇതൊക്കെ സ്വാഭാവികം ഉണ്ടാവും. മീൻസ് ഇത് വ്യൂവും ഷെയർ അവിടെ. അപ്പൊ ഇതിന് അങ്ങനെ ഒരു വിജയം നമുക്ക് പറയാൻ കഴിയില്ല. അതായത് പലതും നമ്മളെപ്പോഴും പറയുന്ന വേറൊരു കാര്യം ഉണ്ട്, എന്ന് വെച്ചാല് നമ്മളെപ്പോഴും മത്സരിക്കലാണ്. മുൻപന്തിയിൽ എത്താൻ വേണ്ടിയിട്ട് ഞങ്ങളെപ്പോഴും ബ്ലോഗിങ്ങിൽ എന്തെല്ലാം മാറ്റം വരുത്താൻ പറ്റുമോ. ഇപ്പോൾ ഒരു വീഡിയോ കാണുന്ന ഒരേ പാറ്റേൺ എല്ലാവരും യൂസ് ചെയ്യണമെന്ന് അതിന് വ്യത്യസ്തത എന്ത് കൊണ്ടുവരാൻ പറ്റും, അതിനല്ലെങ്കിൽ ആയിക്കോട്ടോ, അത് എല്ലാം ആയിക്കോണമെന്നില്ല. അത് ഞങ്ങളെ ക്യാമറാമാന്മാരെയും എല്ലാവരെയും ഒപ്പം നിർത്തിയിട്ട് ഞങ്ങൾ എങ്ങനെ മാറ്റം, അവർ നല്ല സപ്പോർട്ടാണ്. അവരും ചർച്ചയിൽ പങ്കെടുക്കും, ഇങ്ങനെ ചെയ്യാൻ പറ്റും, ഇങ്ങനെ ചെയ്യാം, അങ്ങനെ ചെയ്യാം. അപ്പം ആ രീതിയിലൂടെ ചെയ്യുമ്പോഴാണ് നമ്മളതിലൊരു ചെറിയ വ്യത്യസ്തത ആളുകൾക്ക് തോന്നാറുള്ളത്. ചില ആളുകൾ തന്നെ പറയാറുണ്ട്, നിങ്ങൾ വീഡിയോ കാണാം നല്ല രസമാണ്. ചില ആളുകൾ പറയും റിപ്പീറ്റേഷൻ ആട്ടോ, അതും പറയാറുണ്ട്. കാരണം സൂപ്പർ മാർക്കറ്റുകൾ വരുമ്പോൾ കുറേ പ്രശ്നങ്ങൾ ഉണ്ടാകാറുണ്ട്. അധികരിക്കുമ്പോൾ ഒരേ പാറ്റേണുകളാണ് വരുന്നത്. അപ്പം നമ്മൾ അതിൽ നിന്ന് പല അതർ കണ്ടന്റുകൾ, ഇപ്പോൾ ആളുകൾക്ക് ആവശ്യമുള്ള കണ്ടന്റുകൾ കൂടി നമ്മൾ ഇതിൽ കൂട്ടിച്ചേർക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കും. എന്തായാലും അതൊരു പോസിറ്റീവ്. മറ്റുള്ളവരുടെ അഭിപ്രായങ്ങൾ നമ്മൾ എടുത്തിട്ട് അതിൽ മാറ്റം വരുത്താൻ നമ്മൾ ശ്രമിക്കും. എങ്ങനെയാണ് നിങ്ങൾ കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുന്നത്? പിന്നെ അത് നിങ്ങൾക്ക് ആരെങ്കിലും സജസ്റ്റ് ചെയ്യുന്നുണ്ടോ അതോ? ഇല്ല, ഞങ്ങള് രണ്ടുപേരും പിന്നെ ഞങ്ങളെ കൂടെയുള്ള ക്യാമറമാന്മാരും കൂടിയിട്ട് പിന്നെ നോർമലി ചർച്ച ചെയ്തിട്ടാണ്. ആണെന്നുണ്ടെങ്കിലും നമ്മളൊരു ഐഡിയ ഇവനാണ് അധികവും ഇത് സ്ക്രിപ്റ്റഡ് ആണ്. ഒരുവിധം സ്ക്രിപ്റ്റഡ് എന്ന് പറഞ്ഞാല് അതായത് നമ്മൾ ട്രിപ്പ് പോണ കാര്യങ്ങളെല്ലാം നമ്മളൊരു പാറ്റേൺ നമ്മൾ ഉണ്ടാക്കി വെക്കും. അതിനനുസരിച്ച് നമ്മൾ സൗണ്ട് കൊടുക്കുകയാണ് ചെയ്യുക. അപ്പൊ ആ പാറ്റേൺ നമ്മൾ ചർച്ച ചെയ്തിട്ട് അത് ഇവനാണ് അത് തയ്യാറ്. ഒരു കാര്യത്തേക്ക് എത്തണമെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു കാര്യം ഇന്ന രീതിയിൽ ചെയ്താൽ ആളുകൾ അത് ഏറ്റെടുക്കും എന്നുള്ളൊരു ആദ്യം നമ്മൾ അങ്ങനെ ചിന്തിക്കും. എന്നിട്ട് ഞങ്ങൾ എന്താണ് പറയുക, അത് ചിന്തിച്ചിട്ട് ഞങ്ങൾ പരസ്പരം ഇപ്പൊ ഇവനാണ് കണ്ടന്റ് പറയണമെങ്കിൽ ഞങ്ങൾ ചർച്ച ചെയ്തിട്ട് അതൊരു എഴുതിയിട്ട് ഒരു രൂപത്തിലാക്കിയിട്ട് അതിലെന്തെങ്കിലും മാറ്റങ്ങൾ മാറ്റം അതിലെന്തെങ്കിലും ഉണ്ടെങ്കിൽ അങ്ങനെ ഒരു വീഡിയോന്റെ പിന്നിൽ ഒരുപാട് സമയം ചെലവഴിക്കാണ്ട്. കാരണം എനിക്ക് തോന്നുന്നു നമ്മളൊരു 7 മണിക്കൂർ 6 മണിക്കൂറുകളൊക്കെ ഒരു വീഡിയോ എടുത്ത് ലാസ്റ്റ് അതിന്റെ ഫൈനൽ ചെയ്ത് വരുമ്പോൾ പ്രൊഡക്റ്റ് ആയിട്ട് വരുന്ന സമയത്ത് ഒരു 58 സെക്കൻഡ് വീഡിയോ ആണെങ്കിലും അതിന്റെ പിന്നില് എനിക്ക് തോന്നുന്നു ഒരു 7 മണിക്കൂർ 6 മണിക്കൂർ. പിന്നെ ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ടോ, അത് എടുത്തു പറയണല്ലോ. ജോലിയും ഇതൊക്കെ ആയിട്ട് ഞാനൊന്നും അങ്ങനെ കരുതിയതേ ഇല്ല. അങ്ങനെ നമുക്ക് ഫുൾ ടൈം ജോബ് പോയി ഇപ്പോ ഫുൾ ടൈം ടൈം ഇതും നമ്മളെ ഡെയിലി എത്ര കസ്റ്റമേഴ്സ് ആയിട്ടാണ് നിങ്ങൾ ബ്ലോഗ് ചെയ്യുന്നത്? ഇപ്പോൾ നിങ്ങൾ പറയുന്ന 5-6 hours എടുക്കുമ്പോൾ ഒരു വീഡിയോസ് എന്ന് പറയുമ്പം
എത്ര വീഡിയോസ് ചെയ്യും ഒരു ദിവസം? 2-3 വീഡിയോ നമുക്ക് ചെയ്യാൻ കഴിയും. 2-3 അതായത് അത് അല്ല എഡിറ്റിങ്ങിന് വേറെ ആളുണ്ട്. എഡിറ്റിംഗ് ആ സമയം അതായത് ഒരു 2-2.5-3 മണിക്കൂർ വീഡിയോ എടുക്കുകയാണെങ്കിൽ അത് പലതിനും പല രീതിയാണ്. ഒരു വീഡിയോ ഷൂട്ട് ചെയ്യുമ്പോൾ എപ്പോഴത്തേക്ക് അത് ഔട്ട് ചെയ്യും? അത് നമ്മള് പിറ്റേ ദിവസം. പിറ്റേ ദിവസം ചിലപ്പോൾ 2 ദിവസം കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ അതെന്താ അന്ന് അങ്ങനെ? തന്നെ അപ്ലോഡ് ചെയ്യണുണ്ട്. അതൊക്കെ രാവിലെ ഒരു 10 മണിക്ക് വീഡിയോ എടുത്തു കഴിഞ്ഞാൽ വൈകിട്ട് പോസ്റ്റ് ചെയ്യാൻ കഴിയുള്ളൂ. കാരണം ഇത് എഡിറ്റ് ചെയ്ത് അതിന്റെ ലെവലായി വരണമെന്നുണ്ടെങ്കിൽ സമയം അതിന് നമുക്ക് ടീം വേണം. അല്ല ടീം വേണം. ഭയങ്കര, അതായത് ഒരാൾക്ക് ഒറ്റക്ക് കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ നല്ല പണിയാണ്. ഒരു ക്യാമറമാൻ ഞങ്ങളെ കൂടെ ഫുൾ ടൈം ഉണ്ട്. ഫുൾ ടൈം ഫുൾ ടൈം ടൈമിനോനെ ഞങ്ങൾ ജോലിയിൽ നിന്നൊക്കെ ഇറക്കിയിട്ട് നമ്മളെ കൂടെ തന്നെ. ഫുൾ ടൈം ഓക്കെ. ഇതില് ഏത് മെയിൻ ആയിട്ട് വേണ്ടത് നല്ല സമയവും വേണം, നല്ല ചിന്തിക്കും വേണം. പിന്നെന്താ പറയാ, നമുക്ക് ഇതിൽ 24 മണിക്കൂർ എന്ന് പറഞ്ഞ മാതിരി നമ്മൾ ഇതിന്റെ പിന്നാലെ ഇതായിക്കൊണ്ടിരിക്കണം, എന്നാലേ ഇത് സക്സസ് ആവും. നിങ്ങൾ എന്താണ് ഫസ്റ്റ് പറയുന്നത് അതിനാണ് ഡിമാൻഡ്. ആ സ്ക്രിപ്റ്റിനാണ് ഡിമാൻഡ്. ബാക്കിയൊക്കെ പിന്നെ വരുള്ളൂ. നമ്മള് പിന്നെ 3 വിഷ്വൽസിന് വിഷ്വലും സ്ക്രിപ്റ്റാണ്. നിങ്ങൾ ഫസ്റ്റ് കാണുന്ന കാഴ്ചയിൽ എന്താണോ അത് 3 വർഷത്തോളമായി ഇപ്പൊ നമ്മൾ ഈ വ്ളോഗിങ് മേഖലയിൽ നിൽക്കൽ തുടങ്ങിയിട്ട്. അപ്പൊ അത് ഇത്രയും കാലമായിട്ട് നമ്മളൊരു എന്താ പറയാ, ഇപ്പോഴും എന്താ പറയാ, നന്നായിട്ട് തന്നെ വീഡിയോസ് കണ്ടിന്യൂസ് ഡെയിലി വീഡിയോസ് ഇടുന്നുണ്ട്. അപ്പോൾ ഇത് എനിക്ക് തോന്നുന്നത് ചില പുതിയ വ്ളോഗർമാരൊക്കെ വരുമ്പോൾ അവരൊക്കെ സ്വാഭാവികമായിട്ട് ഒരു വീഡിയോ ചെയ്ത് പിന്നെ കുറേ കഴിഞ്ഞിട്ടൊക്കെ ഒരു വീഡിയോ ഒക്കെ ഇടുക. അങ്ങനെ അതെന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് അത്രയും എഫേർട്ട് എടുക്കണം എന്ന് പറഞ്ഞാൽ അത്രയും എഫേർട്ട്. അതാണ് ഞങ്ങൾ പറഞ്ഞത് 3 മണിക്കൂർ 2 മണിക്കൂറൊക്കെ ഞങ്ങൾ നമ്മളെല്ലാ സന്തോഷങ്ങളും മാറ്റി വെച്ചിട്ടാണ് നമ്മളിതിൽ വളർന്നു വന്ന് ഇപ്പോഴും ഞങ്ങൾക്ക് അങ്ങനെ വീക്കെൻഡോ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. എല്ലാവരും വ്യാഴം അങ്ങനെ അടിച്ചു പൊളിക്കാൻ വേണ്ടി പോകുന്ന സമയത്തടക്കം നമ്മൾ ഈ വീഡിയോ എടുത്ത് അത് എഡിറ്റ് ചെയ്ത്, അല്ലെങ്കിൽ ചിലപ്പോൾ അതിൻ്റെ എഴുതിണ്ടാക്കി, അല്ലെങ്കിൽ നാളൊക്കെ ഒരു വീഡിയോ എടുക്കാണ്ടെന്നുണ്ടെങ്കിൽ രാത്രി ചിലപ്പോൾ ഇരുന്നിട്ട് എഴുതി അല്ലെങ്കിൽ കണ്ടന്റ് ആലോചിച്ചിരുന്നിട്ട് ഇപ്പോൾ അത് അത്രയും ഇന്ന രൂപത്തിൽ മെസ്സേജ് രാത്രിയായിരിക്കും വരിക. മെസ്സേജിന് റിപ്ലൈ കൊടുക്കും, അവരെ പ്രശ്നങ്ങൾ പരിഹരിക്കും. ഇപ്പോൾ ഒരു ബിസിനസ്സിന്റെ 100% ബിസിനസ് സൊല്യൂഷൻ കൊടുക്കുന്ന ഒരു സ്ഥാപനത്തിനെ കുറിച്ചിട്ട് ഒരു വീഡിയോ ചെയ്യണമെന്ന് ആ വീഡിയോ ചെയ്യാൻ വേണ്ടി വിളിക്കുന്ന സമയത്ത് അവരെന്താ കൊടുക്കുന്നത് 100%, അതേപോലെ തന്നെ എല്ലാതും ചെയ്തു കൊടുക്കുന്ന ഒരു സ്ഥാപനമാണ്. പക്ഷെ ഇത് ആളുകളോട് പറയുമ്പോൾ അത് വേറൊരു രീതിയിൽ തന്നെ കണ്ടിരിക്കണം എന്നുണ്ടെങ്കിൽ, അതിപ്പോൾ ആവശ്യക്കാർ മാത്രമല്ലേ കാണുള്ളൂ, എല്ലാവർക്കും എല്ലാതും കാര്യങ്ങളൊന്നും വീഡിയോ ഒന്നും വേണ്ടില്ല. പക്ഷെ അത് കണ്ടിരിക്കുന്ന രീതിയിൽ തന്നെ വീഡിയോ ചെയ്താലേ അത് ആ റീച്ചിൽ എത്താൻ കഴിയുള്ളൂ. ഇല്ലെങ്കിൽ ഭയങ്കര പണിയാണ്. കാരണം നമ്മളായാലും ഇപ്പൊ നമ്മള് അത്യാവശ്യം ഫോളോവേഴ്സ് ഉണ്ട്, അല്ലെങ്കിൽ കുഴപ്പമില്ല ഡയലി ചെയ്യണ പോലെയാണ് എന്ന് കരുതി എന്തേലും പറഞ്ഞാൽ ആൾക്കാർ അക്സെപ്റ്റ് ചെയ്യൂല. ഞാൻ അത് ചിലപ്പോൾ ചില 100K ഫോളോവേഴ്സ് ഉള്ള ഒരാളൊരു വീഡിയോ ഇട്ടാൽ പോലും അതിന്റെ ഒരു വ്യൂ ചിലപ്പോൾ കാണാം 20, 15, 10,000 ആൾക്കാർ അത്രേ കാണുള്ളൂ. പക്ഷേ നല്ല വീഡിയോ ആണ് 100K. അവരെ വീഡിയോ ചിലപ്പോൾ എത്ര ഉണ്ടാവും, ഡബിൾ പോയിട്ടുണ്ടാവും. ഇതിന്റെ ഒരു പ്രധാന ബേസിക്കലി വാല്യൂ ആഡഡ് ഇൻഫർമേഷൻ കൊടുക്കുന്നതുകൊണ്ടാണോ? അതായത് ഫസ്റ്റില് ഒരു 3 സെക്കൻഡ് ഇൻസ്റ്റാഗ്രാം തന്നെ പറയുന്നുണ്ട്, 3 സെക്കൻഡ് ഓഡിയൻസിനെ പിടിച്ചെടുത്തി കഴിഞ്ഞാല് അതെങ്ങനെ പിടിച്ചെടുക്കുന്നത്? അതാണ്. ഞാനൊക്കെ സ്ക്രോൾ ചെയ്ത് പോകുമ്പോഴേ ഇങ്ങനെ ഒന്ന് തോന്നുമ്പോ നമുക്ക് കാണാൻ തോന്നൂല, അതെന്താന്ന് നമുക്ക് കാണാൻ തോന്നുകയാണെങ്കിലാണ് അങ്ങനെ ഏറ്റവും കൂടുതൽ കാണിക്കുമ്പോഴാണ് ഇത് അൽഗോരിതം റീച്ച് ആക്കുന്നത്. എനിക്ക് ഇഷ്ടപ്പെട്ട കാര്യമാവില്ല അവന് ഇഷ്ടപ്പെടുന്നത്. അപ്പൊ ആ വീഡിയോ ഒന്ന് കാണുന്ന സമയത്ത് ചിലപ്പോൾ ഞാൻ യാത്രന്റെ വീഡിയോ ആണ്, ചിലപ്പോൾ ഞാൻ ഇങ്ങോട്ട് തന്നെ കാണും, തിരിച്ച് ഇങ്ങോട്ട് തന്നെ കൊടുത്തിട്ട് ഞാൻ ഒന്നും കൂടി കാണും, അതെന്താ സംഗതി നോക്കും. അല്ലാതെ ആണ് തട്ട് ഒഴിവാക്കും. അപ്പൊ ആ 3 സെക്കൻഡ് ചിലപ്പോൾ എന്തായിരിക്കും, ഇപ്പോൾ ചിലപ്പോൾ ഞാൻ ഇവനെ അടിക്കുന്ന ഒരു സീനാണ്, ജസ്റ്റ് അടിക്കുന്ന സീൻ, അതുകൊണ്ട് അതെന്താണ് അടിക്കണെന്ന് നോക്കാൻ വേണ്ടിയിട്ട് എന്നാ പിന്നെ അതെന്താന്ന് കണ്ടോക്കണല്ലോ. പിന്നെ ആളുകളെ മൈൻഡ് കൊണ്ട് കേട്ടോ. ഇപ്പൊ ഞാനൊക്കെ ആണെങ്കിൽ വണ്ടികളുടെയാണ് കാണുന്നത്. അപ്പൊ അതുകൊണ്ട് എന്റെ ഏറ്റവും കൂടുതൽ ഫീൽഡിലുള്ള കാർസ് ആണ് മാത്രം. അതങ്ങനെ വരും. ബിക്കോസ് ഞാനൊരു കാർ ക്രേസ് ആണ് എനിക്ക്, അതുകൊണ്ടാണ് എനിക്ക് കാർസിനോടാണ്. അപ്പൊ ആ കാറിന്റെ വീഡിയോ ചെയ്യുന്ന സമയത്ത് അതൊരു വേറെ രീതിയിലൊക്കെ വന്നിട്ട് വിഷ്വലൈസേഷൻ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ഒന്നും കൂടി അത് കണ്ടിരിക്കും. പിന്നെ അതിന്റെ ഉള്ള ഇന്ന് ഞാൻ കണ്ട ഒരു വീഡിയോ പറയാം. നോ സിഗ്നലിന്റെ ഒരു വീഡിയോ ആയിരുന്നു. നോ സിഗ്നൽ എന്ന് പറഞ്ഞാൽ നിങ്ങളെ പോലെ ഒരു ഇൻഫ്ലുവൻസർ ആണ്. അപ്പോൾ അവരൊരു ടൊയോട്ട ലാൻഡ് ക്രൂസർ കംപ്ലീറ്റ്ലി ടേക്ക് അപ്പാർട്ട് ചെയ്തിട്ട് പിന്നെ അത് ദേ പുട്ട് ഇറ്റ് ബാക്ക് ടുഗെദർ. മേ ബി ദാറ്റ് വീഡിയോ ഇസ് 1 minute 30 seconds, 2 minutes long, 2 minutes long വീഡിയോ ആണ്. പക്ഷേ ഐ വാച്ച്ഡ് ദാറ്റ് എൻറ്റയർ പ്രോസസ്. അതിന് രാത്രി താഴെ ഞാൻ കമൻറ്റ് ചെയ്തിട്ടുണ്ട്, ഇറ്റ് വാസ് സോ മാജിക്കൽ ടു വാച്ച് ദിസ്. ബിക്കോസ് ഞാനൊരു കാർ ക്രേസ് ആണ് എനിക്ക്. ഫുഡ് ഇട്ട് കഴിഞ്ഞാല് ഭയങ്കര ഫുഡ് ചെയ്തുള്ളവരൊക്കെ അവര് വന്നിട്ട് കമന്റ് ഇടും, പോവും, ഷെയർ ചെയ്യും.
അപ്പോൾ ഓഫർ നോക്കി നടക്കുന്നുണ്ടെങ്കിൽ ഹൈപ്പർ മാർക്കറ്റ് അവർക്ക് എന്ത് സാധനം വാങ്ങണമെന്നുണ്ടെങ്കിൽ അവർ പോയി കണ്ട് നമുക്ക് അറിയാൻ കഴിയും കേട്ടോ. കാരണം വെച്ച് കഴിഞ്ഞാൽ ഒരു വീഡിയോ ഇടുന്ന സമയത്ത് നമുക്ക് അറിയാൻ കഴിയും ഇത്ര ആളുകൾ ഇത് വാച്ച് ചെയ്യാൻ. എത്ര മണി തൊട്ട് എത്ര മണി വരെ ഇടുന്നത്? നിങ്ങളുടെ വ്യൂവർഷിപ്പ് എത്ര മണിയാണ്? നിങ്ങളുടെ പീക്ക് ടൈംസ് എത്ര മണിയാണ്? പീക്ക് ഈവനിങ് ആണ്. പക്ഷെ നമ്മള് രാവിലെയും വൈകുന്നേരം അങ്ങനെ ടൈം ഇപ്പൊ അത് നല്ല കണ്ടന്റ് ആണെങ്കിൽ എപ്പോഴും കയറും. രാവിലെ ഒന്ന് ഇടും, വൈകുന്നേരം ഒന്ന് ഇടും. അത് എന്താ പറയാന്ന് വെച്ചാൽ ഇൻസ്റ്റാഗ്രാം ആണോ നിങ്ങളുടെ മെയിൻ? അല്ല, ഇൻസ്റ്റാ, ടിക്ടോക്ക്, ഫേസ്ബുക്ക് 3 അക്കൗണ്ടും. പിന്നെ സ്നാപ്ചാറ്റ് ഭയങ്കര വലുതാണല്ലോ. സ്നാപ്പിൽ ഇടുന്നുണ്ട്. പക്ഷെ സ്നാപ്പിൽ നമ്മൾ ഇപ്പോഴാണ് ഇപ്പൊ തുടങ്ങിയിട്ടുള്ളൂ. കാരണം അത് നമ്മളെ ക്യാമറ പറഞ്ഞു സ്നാപ്പിൽ ഇട്ട് തുടങ്ങണം എന്ന് പറഞ്ഞപ്പോ യൂട്യൂബ് ഉണ്ട്. സ്നാപ്പിൽ എനിക്ക് തോന്നുന്നത് ചിലപ്പോ ഒരു എന്താണ് പറയുക 100 ആള് 150 ആള്. പക്ഷെ അത് ഒരാളും ഫോളോവേഴ്സ് അതൊന്നും ഇല്ലാത്ത ആളുകളാണ് ഈ 100 ആളുകൾ കാണുന്നത്. അപ്പൊ ഞാൻ ചിലപ്പോ ഞാൻ പറയും ലോക്കൽ പോപ്പുലേഷൻ മോസ്റ്റ്ലി സ്നാപ്പിൽ. അറബ്സ് ആണ് അവര് എപ്പോഴും. ഞാൻ നോ സിഗ്നൽ കണ്ടത് തന്നെ സ്നാപ്പിലാണ്. അത് കഴിഞ്ഞിട്ടാണ് ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ ഞാൻ മൂപ്പത്താണ്. അപ്പം ഭയങ്കര ഇതാണ് എനിക്ക് പുള്ളി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പുള്ളിയുടെ കണ്ടന്റ് ഭയങ്കര ഇഷ്ടമാണ്. ഭയങ്കര വേറെ രീതിയിലാണ്. എനിവേ നമുക്കെന്നാ വിൽ വൈൻഡ് അപ്പ് ടുഡേ. താങ്ക് യു സോ മച്ച് ഫോർ ബീങ് അവർ ഗസ്റ്റ്. താങ്ക് യു ഫോർ ടെല്ലിങ് അസ്. നിങ്ങളെപ്പറ്റി ഞങ്ങൾക്ക് പഠിക്കാനും പറ്റി, ഞങ്ങൾക്ക് അറിയാനും പറ്റി. ഇനി ഞങ്ങൾക്ക് ചിലപ്പോൾ RM ടോക്സിന് കുറച്ച് ഓഫേഴ്സ് വേണ്ടി വരുമായിരിക്കും. RM ക്രോൺസിനൊന്ന് പ്രൊമോട്ട് ചെയ്യേണ്ടി വരുമായിരിക്കും. പക്ഷേ ഇൻഷാല്ല ഞങ്ങൾക്ക് താങ്ക് യു ഫോർ ബീങ് പാർട്ട് ഓഫ് അവർ ഫാമിലി. ആൻഡ് ഐ ഹോപ്പ് വി കൻ നമുക്ക് പിന്നെയും ഒരു ഫാമിലി പോലെ നമുക്ക് ഇനിയും മീറ്റ് ചെയ്യണം. ഭക്ഷണം എവിടെ കഴിക്കാൻ പോകണമെന്ന് ഞങ്ങളെയും വിളിക്കണം. ഞങ്ങൾക്കും ഭക്ഷണം ഇഷ്ടമാണ്. അപ്പോൾ ഞങ്ങളും വരാം. ഞങ്ങളിപ്പോൾ ഷൂട്ടിന് പോന്നാലേ ഇതൊക്കെ കഴിഞ്ഞിട്ട് അതിൽ കഴിക്കാൻ പറ്റുള്ളൂ. ഞങ്ങളെല്ലാം കഴിഞ്ഞിട്ട് ഇത് ഷൂട്ട് അത് നമ്മള് കൂടെ അപ്പോ അത് കഴിഞ്ഞിട്ട് പിന്നെ കഴിക്കണ കാരണം തണുത്ത് പിന്നെ ആ ഫുഡ് നമ്മൾ കളയണ്ട എന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ ആദ്യം ഏത് ഫുഡാണ് വേണം അതിനെ കുറിച്ച് ആദ്യം കഴിച്ചു നോക്കണത്. അപ്പൊ നമുക്ക് അതിനെ കുറിച്ചുള്ള നമുക്ക് ഭയങ്കര ഇഷ്ടപ്പെടുമ്പോൾ നമ്മളൊരു സ്ക്രിപ്റ്റിനെ മാറിപ്പോകും ചിലപ്പോൾ അതിനെ കുറിച്ച് കൂടുതൽ പറയാന്നുള്ള രീതിയിൽ. എൻ്റെ ഒരു ഐഡിയ ഉണ്ടായിരുന്നു ഒരു 7 years ബാക്ക്. ഈ റംസാൻ സമയത്ത് ബുഫേ ഉണ്ടാവുമല്ലോ. എല്ലാ ടൈമിലും ബുഫേ ഉണ്ടല്ലോ. ആ ബുഫേ ഉള്ള ഫുഡ് എടുത്തിട്ട് ഇവിടുത്തെ ക്യാമ്പ്സിൽ കൊടുക്കാൻ. പക്ഷെ വളരെയധികം സമ്മതിച്ചില്ല. ഭയങ്കര ഒരു ഇഷ്യൂ ആണായിരുന്നു. ബിക്കോസ് ഒരു സർട്ടൻ പ്രോസസ്സിങ് ടൈം കഴിഞ്ഞാൽ ആ ഫുഡ് ഓൾറെഡി വേസ്റ്റായി. അപ്പോൾ അതുകൊണ്ട് അത് ഇറ്റ് വാസ് നോട്ട് പോസിബിൾ. So it's about 7-8 years ago. Inshallah one day they'll find other ways to do this.